AAC 10C നോക്കാം. AAC 10C says that information about the patient care and response to treatment is shared among medical, nursing and other care providers. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കെയറിനെ കുറിച്ചുള്ള കെയർ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പേഷ്യൻ്റെ കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും വിസിബിൾ ആയിരിക്കണം. ആ ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്തിരിക്കണം പരസ്പരം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസ് അതും പരസ്പരം ഷെയർ ചെയ്യപ്പെട്ടിരിക്കണം. അത് ഫയലിൽ എഴുതാം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ BSA ഉപയോഗിക്കുമ്പോൾ, BSA Pro ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കെയർ പ്ലാനുകൾ ഏത് മൊഡാലിറ്റിയിലുള്ള ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണ് ഈ പേഷ്യൻ്റെ കെയർ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിലും അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് കെയർ പ്ലാൻ എന്താണെന്നത്. അതുപോലെ തന്നെ BSAയിൽ നമ്മുടെ നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ പേഷ്യൻ്റ് പ്രോഗ്രസ് ഇൻഫർമേഷൻസ് എൻട്രി ചെയ്യാൻ റീഅസസ്മെൻറ്റ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ റീഅസസ്മെൻറ്റ് പീരിയഡിക്കലി നമ്മൾ എൻട്രി ചെയ്യണം. അങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ BSA ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ടീം മെമ്പേഴ്സിനും അത് കാണാൻ പറ്റും. ഇനി നമ്മുടെ ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ ലേഡി വില്ലിംഗ്ടൺ അല്ലെങ്കിൽ നോർത്തിൽ നമുക്ക് EHയുടെ ഹോസ്പിറ്റലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഇതുണ്ട്. അവർ കെയർ ഗീവ് ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ചൊരു റൗണ്ട്സ് നടത്തും. ഒരു ടീം മീറ്റിങ്ങിൽ കൂടെ ആകാം ഇത്. അവരുടെ കെയർ, ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻ്റെ കെയർ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റിയിലുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മീറ്റിംഗ് കൂടി പേഷ്യൻറ്റിൻ്റെ കെയർ പ്ലാനിനെ കുറിച്ചും ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് റൗണ്ട്സ് നമുക്ക് ആ പേഷ്യൻറ്റിന് വന്ന ചേഞ്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. AAC 10C പറയുന്നത് information about the patient care and response to the treatment is shared among the team members. അത് ഡോക്ടറാകാം, നേഴ്സാകാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആകാം, ന്യൂട്രീഷ്യൻ ആകാം. ആ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും പരസ്പരം നോളജ് ഷെയറിംഗ് ഉണ്ടാവണം ആ റെസ്പോൺസിനെ കുറിച്ച്, പ്ലാനിനെ കുറിച്ച്. AAC 10C.